കുട്ടിക്ക് ഈശ്വരവിശ്വാസം ഉണ്ടല്ലോ അല്ലേ? ഉണ്ട് തിരുമേനി. ഒരുപാട് പേരിങ്ങനെ ആകാംക്ഷയോടെ ചുറ്റും നിൽക്കുമ്പോ ജാതകത്തിൽ കാണുന്നത് തുറന്നു പറയുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നല്ലതും ദോഷവും ഒക്കെ ഉണ്ടാവേ. ഒരാള് മാത്രം പ്രത്യേകമായി അറിയേണ്ടതായ കാര്യങ്ങൾ എല്ലാവരും കേൾക്കെ പറയുക, അത് ബുദ്ധിമുട്ടാണ്. എന്തായാലും ഇപ്പോ മറ്റു നിവൃത്തിയൊന്നുമില്ലല്ലോ. എല്ലാ പേരുടെയും ജാതകവും സമയവും ഗ്രഹനിലയും എല്ലാം വിശദമായി തന്നെ പരിശോധിച്ചു. ദോഷങ്ങളൊന്നും കാണാത്ത ജാതകങ്ങളാണ് എല്ലാവരുടെയും. ഒന്നൊഴികെ. ദേവികയുടെ ജാതകത്തിൽ കുറേയേറെ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് കാണാൻ കഴിയുന്നത് ഈ കുടുംബത്തിലെ ദോഷങ്ങൾക്കുള്ള കാരണം തന്നെ വിശ്വസിക്കുന്നവരെയാണ് കുട്ടി ഈശ്വരൻ കൂടുതൽ പരീക്ഷിക്കുന്നത്. നോക്കൂ, ഏറ്റവും നല്ല MLA, ജനങ്ങൾക്കായി നന്മ മാത്രം ചെയ്ത ആൾ, ഇപ്പൊ ഇതാ ഒരു പരീക്ഷണത്തെ നേരിടുകയല്ലേ. ഞാൻ ഇനി പറയാൻ പോകുന്നത് ആ രീതിയിൽ വേണം എല്ലാവരും എടുക്കാൻ. ഇത്രയും ദോഷങ്ങൾ നിറഞ്ഞ ഒരു ജാതകം ഞാൻ അടുത്ത കാലത്തെങ്ങും കണ്ടിട്ടില്ല. ഇരുവരുടെയും ജാതകങ്ങൾ തമ്മിൽ ഒരുപാട് ചേർച്ചക്കുറവുകൾ കാണുന്നുണ്ട്. ഒരിക്കലും പരസ്പരം ചേർക്കാൻ പാടില്ലായിരുന്നു ഇവരെ തമ്മിൽ. ഈ കുട്ടികളുടെ വിവാഹം ചിന്തിച്ചതുപോലും തെറ്റ് തന്നെയാണ്. MLA അദ്ദേഹത്തിന് അറിയാലോ, ഒരു മന്ത്രിയുടെ ദോഷം ആ മന്ത്രിസഭയിലെ എല്ലാരെയും ബാധിക്കുമല്ലോ. അതുപോലെ ഈ കുട്ടിയുടെ ജാതകത്തിലെ ദോഷം ഈ വീട്ടിലെ എല്ലാവരെയും ബാധിച്ചേക്കാം.